വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വലിയൊരു കണ്ടെത്തൽ ആ എക്സ്റേയിലൂടെ കണ്ടെത്തിയിരിക്കുന്നു. ഒരു വലിയ ചികിത്സാ പിഴവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ? നമ്മുടെ കേരളത്തിലെ ആരോഗ്യ രംഗം സംശുദ്ധമാണ്, സുതാര്യമാണെന്ന് പറയുമ്പോൾ തന്നെ ഇത്രയും കെടുകാര്യസ്ഥ നിറഞ്ഞ ഒരു ആരോഗ്യരംഗം ആലപ്പുഴ ജില്ലയിൽ അടക്കമുള്ള മേഖലകളിൽ ഇത്രയും കെടുകാര്യസ്ഥ, സാധാരണക്കാരന്റെ ജീവൻ പന്താടുകയാണ്. ഒരു സാധാരണക്കാരനെ മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലുവാൻ ഭയമാണ്. അവിടെ ജീവൻ രക്ഷിക്കേണ്ട ഡോക്ടർമാർ അവരുടെ മരണം എടുക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. അത് കുറ്റകരമായ അനാസ്ഥയാണ്. ഈ അനാസ്ഥ നടത്തിയ ഡോക്ടർമാരെ നിയമത്തിൽ വിധേയരാക്കണം, അവരെ അകത്താക്കണം. ഗവൺമെന്റ് ഈ തുടർ ചികിത്സ, ഇവർക്ക് ആവശ്യപ്പെടുന്ന ഉന്നത ചികിത്സ കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം. ബഹുമാനായ KC വേണുഗോപാൽ MP പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഏതുവിധ ചികിത്സയും കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഗവൺമെന്റ് മുൻപോട്ട് വന്ന് പറയുവാൻ തയ്യാറാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി വരണം. ഞങ്ങൾ നാളുകളിൽ പുന്നപ്ര തെക്ക് പഞ്ചായത്ത് കമ്മിറ്റി ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണും, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ കാണും, ജില്ലാ കളക്ടറെ കാണും, പ്രാദേശികമായി ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ കണ്ട് ഞങ്ങൾ പരാതി ബോധിപ്പിക്കും. ശക്തമായ സമരപരിപാടി, നീതി ലഭിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയായിട്ട് തന്നെ മുന്നോട്ട് പോകും. നിലവിൽ ഇപ്പോൾ വണ്ടാനത്ത് ഉന്മേഷ്, ഈ ഏറ്റവും ഒടുവിലെ പരിശോധനാ ഫലവുമായി ഉഷ എത്തിയിരുന്നു. അവിടെ നിന്ന് ഡോക്ടർമാർ കുറിച്ച് നൽകിയത് ചില കണ്ടെത്തലുകൾ, അവരുടെ ചില കണ്ടെത്തലടക്കമുണ്ട്. അതിൽ പറയുന്നത് 2021 ഗർഭപാത്രവും അണ്ഡാശയവും നീക്കം ചെയ്യാനായി ഒരു ശസ്ത്രക്രിയ ഏറ്റവും ഒടുവിൽ നടത്തിയത് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് എന്ന് വണ്ടാനത്തെ ആശുപത്രിയിൽ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിനു മുൻപ് ഏകദേശം 20 വർഷം മുമ്പ് അണ്ഡാശയ മുഴയ്ക്ക്, അതായത് ഓവേറിയൻ സിസ്റ്റിന് ഒരു ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഉഷയുടെ ജീവിതത്തിൽ ഇന്നേ വരെ 2 ശസ്ത്രക്രിയകളാണ് ആകെ നടത്തിയിട്ടുള്ളത്. അതിൽ ഒന്നാം 20 വർഷം മുമ്പുള്ള ഒരു ശസ്ത്രക്രിയ, മറ്റൊന്ന് 2021 ഈ ഗർഭപാത്രവും ഒപ്പം അണ്ഡാശയവും നീക്കം ചെയ്യാനായി നടത്തിയ ശസ്ത്രക്രിയ. ഇതല്ലാതെ ഇവരുടെ ജീവിതത്തിൽ ഒരു ശസ്ത്രക്രിയകളും നടത്തിയിട്ടില്ല. സ്വാഭാവികമായും ഈ കത്രികയുടെ ഒരു എക്സ്റേ അടക്കം നിലവിൽ പുറത്തു വന്ന സാഹചര്യത്തിൽ സംശയനിഴലിലുള്ളത് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി തന്നെയാണ്. അതല്ലാതെ മറ്റൊരു സാധ്യതയും ഇതുമായി ബന്ധപ്പെട്ട് നിലവിലില്ല. കാരണം അതിനുശേഷം ഒരു ശസ്ത്രക്രിയയിലേക്കോ മറ്റ് മെഡിക്കൽ ആവശ്യങ്ങളിലേക്കോ ഒന്നും ഉഷയ്ക്ക് പോവേണ്ടിയും വന്നിട്ടില്ല. ഇനിയിപ്പോൾ ആശുപത്രിയുടെ വിശദീകരണം എന്താണ് എന്നുള്ളതാണ് അറിയേണ്ടത്. അത് ഒരു പക്ഷേ നാളെ രാവിലേക്കായിരിക്കും ഈ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ആശുപത്രി പുറത്തേക്ക് പറയുക. ഒപ്പം അല്പസമയം മുമ്പ് 24 പുറത്തുവിട്ട ഈ വാർത്തയ്ക്ക് പിന്നാലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉഷയെ നേരിട്ട് ഫോണിൽ വിളിച്ചിരുന്നു. അദ്ദേഹം എല്ലാവിധ നിയമസഹായവും ഒപ്പം തുടർ ചികിത്സയ്ക്കുള്ള സഹായവും അടക്കം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഏത് ചികിത്സയ്ക്കും ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞെട്ടിക്കുന്ന ആരോഗ്യ മേഖലയിൽ അനാസ്ഥ സംബന്ധിച്ച ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആലപ്പുഴ പുന്നപ്ര സ്വദേശിനിയായ വീട്ടമ്മ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക മറന്നുവെക്കുകയായിരുന്നു. 5 വർഷത്തോളം ആ വീട്ടമ്മയ്ക്ക് വേദനയോടെ കഴിയേണ്ടി വന്നിരിക്കുകയാണ്. ഇത് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയക്കിടെയാണ് ഈ കത്രിക വയറ്റിൽ കുടുങ്ങിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.